ഹായ് ഓൾ. സ്കെയിലപ്പിൻ്റെ ഭാഗമായി സ്കെയിലപ്പും കേരള നോളജ് എക്കോണമി മിഷനും ചേർന്ന് എല്ലാവർക്കും ഫ്രീ ആയി പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. മാത്രമല്ല മറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളും കോഴ്സറ, ലിങ്ക്ഡ്ഇൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫ്രീ ആയി ചെയ്യാവുന്നതാണ്. കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും നിങ്ങൾ 5 സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ കോഴ്സിന് ചെയ്യേണ്ട ആവശ്യമായ എല്ലാ സ്റ്റെപ്പുകളും ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, DWMSൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 24 മണിക്കൂറിനകത്തായിരിക്കും നമുക്ക് കോഴ്സിനുള്ള ആക്സസ് ലഭിക്കുക. ഫോർത്ത് സ്റ്റെപ്പ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പ്, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ സ്കെയിലപ്പും KKMൻ്റെയും റെക്കഗ്നേഷനോട് കൂടിയ മറ്റൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. സ്ക്രീനിൽ കാണുന്ന ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കോ ഉപയോഗിച്ച് DWMSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. DWMSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് ഭാഗത്തായി ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്, ലോഗിനും രജിസ്ട്രേഷനും. അപ്പോൾ നമ്മളവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഈ ജോബ് സീക്കർ രജിസ്ട്രേഷൻ ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. അവിടെ നമ്മൾ നമ്മുടെ മെയിൽ ഐഡിയും അതുപോലെ മൊബൈൽ നമ്പറും കൊടുക്കുക. മെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ഇമെയിൽ ഓർ SMS OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മെയിലിലേക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങളുടെ മെയിലിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ഈ ജോബ് രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ രജിസ്ട്രേഷൻ സബ്മിറ്റഡ് എന്നുള്ള ഒരു മെസ്സേജും അതുപോലെ നമ്മുടെ പ്രൊഫൈൽ IDയും ഡിസ്പ്ലേ ചെയ്യും. ഇനി പ്രൊസീഡ് ടു ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സും അതുപോലെ പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ കഴിയും. ഇങ്ങനെ ഇവിടെ നമ്മുടെ മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ എഡ്യൂക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ പ്രൊസീഡ് കാണാം. ആ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരം ഡൊമൈനിലുള്ള KKM പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ കാണാൻ കഴിയും. ലിങ്ക്ഡിനും അതുപോലെ കോഴ്സറയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ തരം ഡൊമൈനിലുള്ള കോഴ്സുകളായിരിക്കും. ഇവിടെ നമ്മൾ AIയുടെ 3 കോഴ്സുകളാണ് സ്പെസിഫിക് ആയിട്ട്, അതായത് ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്നുള്ള ഡൊമൈനിൽ ക്ലിക്ക് ചെയ്യുക. ആർ യു സ്റ്റഡിങ് ഇൻ കോളേജ് ഓർ എസ് ഓർ നോ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതുപോലെ കോഴ്സറയും ലിങ്ക്ഡിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, അത് നോക്കൂ. സെൽഫ് പേസ്ഡും അതുപോലെ മെൻറ്റർ പേസ്ഡും. സെൽഫ് പേസ്ഡ് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. മെൻറ്റർ പേസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടും ചെയ്യുന്നത് 3 കോഴ്സുകളാണ്. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ള AI ഫോർ ഓൾ, AI ഫോർ എവരിവൺ, ഇതാണ് അതിൽ 2 കോഴ്സുകൾ. AIയെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന കോഴ്സുകളാണ്. അതിൽ AI ഫോർ ഓൾ എന്ന് പറയുന്നത് ഒരു 20 മണിക്കൂറിൻ്റെ കോഴ്സാണ്. AI ഫോർ എവരിവൺ എന്ന് പറയുന്നത് 5 മണിക്കൂറിൻ്റെ കോഴ്സാണ്. ഈ 2 കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സറയാണ്. ഇനി നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ, അപ്പോൾ നമ്മൾ സെൽഫ് പേസ്ഡ് ആണെങ്കിൽ സെൽഫ് പേസ്ഡ് എന്നുള്ള, സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ സെൽഫ് പേസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്ലൈ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 24 അവർ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ കോഴ്സിനുള്ള ആക്സസ് എടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അപ്ലൈഡ് ഓൾറെഡി എന്നായി കഴിഞ്ഞ് കാണും. ഓക്കെ, ഇനി 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ഇതായി സ്ക്രീനിൽ കാണുന്നത് പോലുള്ള എന്ത് ചെയ്യും, ഇപ്പോൾ ലിങ്ക്ഡിൻ്റെയോ അല്ലെങ്കിൽ കോഴ്സറയുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏത് കോഴ്സാണെന്ന് വെച്ചെങ്കിൽ ആ കോഴ്സിൻ്റെ കൺഫർമേഷൻ മെയിൽ വരും. ഇനി എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഈ AI ഫോർ എവരിവൺ എന്നുള്ള കോഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ നൗ കൊടുക്കുക. യുവർ ലൈസൻസ് വിൽ ബി ആക്ടിവേറ്റഡ് വൺസ് ദ KKM അഡ്മിനിസ്ട്രേറ്റർ ഹാസ് അപ്രൂവ്ഡ് യുവർ റിക്വസ്റ്റ്. അവർ നമ്മുടെ
റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കോഴ്സ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്നതായിരിക്കും. ഇനി എയുടെ അതുപോലെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു കോഴ്സും കൂടിയുണ്ട്. അത് നമ്മൾ ഒന്നും കൂടെ ഫ്രണ്ടിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ലാസ്റ്റ് പേജിലായിട്ട്, ഇവിടെ 4 പേജസാണ് മൊത്തത്തിൽ എയുടെ കോഴ്സുകളുള്ളത്. അതിൽ മറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. വൺസ് നമ്മുടെ കോഴ്സ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്ലൈഡ് ഓൾറെഡി എന്ന് മാറിയിട്ട് എന്തായിട്ടുണ്ടാകും, ഗോ ടു കോഴ്സ് എന്നായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഗോ ടു കോഴ്സ് ക്ലിക്കിങ് ചെയ്യുക. ദെൻ അപ്പോൾ നമ്മുടെ ലിങ്ക്ഡിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കായി ഡയറക്റ്റ് പോകും, അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയും. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബിൽഡ് യുവർ ജനറേറ്റ് AI പ്രൊഡക്ടിവിറ്റി സ്കിൽസ് വിത്ത് മൈക്രോസോഫ്റ്റ് ആൻഡ് ലിങ്ക്ഡിന്. ഈ ഒരു കോഴ്സ് ഒരു 5 hourൻ്റെ കോഴ്സാണ്. ഇതിൽ നമുക്ക് AI കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ കോഴ്സ് അങ്ങനെ 5 മൊഡ്യൂളുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ 5 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് സ്കെയിലപ്പും അതുപോലെ KKMൻ്റെ റെക്കഗ്നേഷനുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കോഴ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. വൺസ് ഒരൊറ്റ തവണ നമുക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ മതി. പിന്നെ ലിങ്ക്ഡിനും കോഴ്സറയും പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഈ കോഴ്സുകളുടെയൊക്കെ വാലിഡിറ്റി എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും മാക്സിമം 3 months ആണ് നമുക്കിതെല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 monthsൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം.